പ്രിയമുള്ളവരെ, കാലത്തിൻ്റെ വഴിത്താരയിൽ ദൈവനീതിയും കുടുംബ ബന്ധങ്ങളും കാലഹരണപ്പെട്ട പഴങ്കഥകളും വിശ്വാസത്തിൻ്റെ പടവുകൾ നിസ്വാർത്ഥ സ്നേഹവും ത്യാഗവുമാണെങ്കിലും ആധുനീകരിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾ, ആധുനികതയുടെ ഭാവങ്ങൾ, ബന്ധനങ്ങളുടെ ചങ്ങലകളും സ്വാതന്ത്ര്യത്തിൻ്റെ സുഖലോലുപതയിലേക്ക് പറന്നുയരുമ്പോൾ നാം മറന്നു പോകുന്നത് ആരെ? ഞങ്ങൾ അവതരിപ്പിക്കുന്നു നിഴലും വെളിച്ചവും. കുട്ടിച്ചേട്ടോ, എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എന്നാ പറയാനാ തോമാച്ച, അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അല്ലേലും കണ്ടിട്ട് കുറെ നാളായല്ലോ. ഇപ്പൊ പള്ളിയിലോട്ടൊന്നും വരവില്ലേ? എന്നാ പറ്റി? എൻ്റെ കറിയാച്ച, ഒന്നും പറയണ്ട. പഴയ പോലെ ഒന്നും ഇപ്പം നടക്കാൻ വയ്യ. പിടച്ച് വീഴുവാ എഴുന്നേക്കുമ്പോൾ. കുട്ടിച്ചേട്ടാ, ഇപ്പൊ കാലിന് എങ്ങനെയുണ്ട്? അത്യാവശ്യമൊക്കെ നടക്കാൻ പറ്റുന്നുണ്ടോ? ഓ, വലിയ കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നടാ. കാലുവേദനയ്ക്ക് കുറച്ച് കഷായവും മരുന്നും ഒക്കെ ഉണ്ട്. ഇനി ആർക്കും വലിയ ഭാരമൊന്നും ആകാതെ അങ്ങ് പോയാ മതിയായിരുന്നു. എന്നാ ആട്ടെ, ഞങ്ങൾ പള്ളി വരെ ഒന്ന് പോകാൻ ഇറങ്ങിയതാ. നമ്മുടെ വർക്കിച്ചനെ ഒന്ന് കാണണം. എന്നാ പിന്നെ ആയിക്കോട്ടെ. എൻ്റെ അന്വേഷണവും കൂടി ഒന്ന് പറഞ്ഞേരെ. ഈ അപ്പൂനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, പുറത്തിരുന്ന് ചെരുപ്പെടുത്തോണ്ട് അകത്തിട്ടുണ്ട് കേറരുത്. വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കാം. മൊത്തം മണ്ണാക്കി വെച്ചു അവള് വരട്ടെ. അയ്യോ അയ്യോ അച്ഛാ, എന്തെങ്കിലും പറ്റിയോ അച്ഛാ? ഇല്ല മക്കളെ, എനിക്കൊന്നും പറ്റിയില്ല. എന്തൊക്കെയോ വീണ് പൊട്ടിയെന്നാ തോന്നുന്നു. അയ്യോ, ഇതും പൊട്ടിച്ച്. മക്കളെ, ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ അച്ഛൻ ഒട്ടിച്ചു തരാം. പിന്നെ ഒട്ടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ഒട്ടിച്ചു തരാം. എന്റെ അച്ഛൻ ഈ കാല് വയ്യാണ്ടിരിക്കുമ്പോ ഇങ്ങനെ ഇറങ്ങി നടക്കാൻ പാടില്ല. മോളെ, കാല് സ്ലിപ്പായി വീഴാൻ പോയപ്പോ പൊട്ടിയതാ. ഇനിയിപ്പൊ എന്നാ ചെയ്യാനാ? ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ? അച്ഛൻ എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ എന്നെ വിളിച്ചാ പോരെ, ഞാൻ ചെയ്തു തരത്തില്ലേ? മക്കളെ, ഞാൻ കൊറേ നേരം വിളിച്ചതാ. എപ്പോഴാ അച്ഛനെ ഞാൻ കൊറേ നേരം വിളിച്ചതാ. എന്നിട്ട് ഞാൻ കേട്ടില്ലല്ലോ. അത് മോള് കേക്കാത്ത കൊണ്ട് ജോലി തിരക്കിലാകും. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചാ നീ വെള്ളം എടുക്കാൻ പോയി. ശല്യപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചപ്പം പെരട്ടിയും പണിയും തന്നിട്ട് ഇവിടെ കാണാൻ വന്നിരിക്കും. മക്കൾ അവിടെ ഇട്ടു, അച്ഛൻ തൂത്തോളാം. ഉയ്യോ വേണ്ടേ, ഇനി എനിക്ക് പണി തരാതെ അകത്തെങ്ങാനും പോയി അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്ക്. പണിയെടുത്ത് മനുഷ്യന്റെ നടു ഒടിഞ്ഞു. എന്ത് പറ്റും മുത്തശ്ശ? ഏയ്, ഒന്നുമില്ല മക്കളെ. ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മുത്തശ്ശന്റെ കണ്ണ് നിറയുന്നുണ്ടല്ലോ. ഏയ്, മുത്തച്ഛന്റെ കണ്ണിൽ ഒരു പൊടി പോയതാ. കൊച്ചു പോയി കളിച്ചോ. മുത്തശ്ശനിരിക്കി. മുത്തശ്ശനമ്മ വഴക്ക് പറഞ്ഞല്ലേ? ഇല്ല മക്കളെ, ഞാൻ കേട്ടായിരുന്നു. കേട്ടായിരുന്നോ? അല്ലേ, അമ്മ എപ്പോഴും എങ്ങനെയാ മുത്തശ്ശ അപ്പൂന് വെറുതെ വഴക്ക് പറയും. അപ്പൂ പൊരുത്തക്കേട് കാണിക്കുന്ന കൊണ്ടല്ലേ അമ്മ നിന്നെ വഴക്ക് പറയുന്നേ? അത് ശരിയാ.
പക്ഷേ മുത്തശ്ശ ഒരു കുരുത്തക്കേടും കാണിച്ചില്ലല്ലോ. പിന്നെ എന്തിനാ അമ്മ എപ്പോഴും മുത്തശ്ശനോട് വഴക്ക് പറയുന്നേ? അപ്പു ഇന്ന് ഓഴ്സാന്നോ? എരിവുമില്ല പുളിയുമില്ല, എന്താ ഇത്? മതിയോ അപ്പു? എന്നാടാ, ഇഡലിയാണോ? മുത്തശ്ശന് വേണം, നല്ല ചട്നിയൊക്കെ ഉണ്ട്. മക്കളെ, ഇന്ന് എനിക്ക് ഓട്സ് വേണ്ട. 2 ഇഡലി ഇങ്ങ് എടുത്തേ, പെട്ടെന്നാകട്ടെ. എന്തുവാ? 2 ഇഡലി ഇങ്ങ് എടുക്കാൻ. അച്ഛൻ ഇപ്പൊ ഇഡലി കഴിക്കണ്ട, ഒന്നാമതേ ഷുഗറാ. എങ്ങാണം കൂടിപ്പോയി വീണുപോയാലേ പൊക്കിക്കൊണ്ടുപോവാൻ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഓട്സ് കഴിച്ചാ മതി. ഇല്ലാത്ത സമയത്ത് മനുഷ്യൻ ഓരോന്ന് ഉണ്ടാക്കി വെക്കുമ്പോ ഓരോരോ വേഷം കെട്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണം, അല്ലാതെന്താ? അപ്പോ കഴിച്ചങ്ങോട്ട്. അമ്മേ, അല്ലെങ്കിലും ഈ വയസ്സാം കാലത്ത് ഓട്സ് ഒക്കെയാ നല്ലത്. അസുഖമൊന്നും വരത്തില്ലല്ലോ. മുത്തശ്ശ കഴിക്കി. വേണ്ട മക്കളെ, അവള് കണ്ട അറിയാലോ. ഇല്ല മുത്തശ്ശ, അമ്മയൊന്നും കാണത്തില്ലെന്നേ, കഴിക്കി. അയ്യോ വേണ്ട മക്കളെ, ഇനി അവള് വല്ലതും കണ്ടാൽ അത് മതി. കഴിക്കി, എനിക്കപ്പ പിണങ്ങുവേ. ഓ, ഈ ചെറുക്കന്റെ ഒരു കാര്യം. അമ്മക്ക് അപ്പു, അപ്പു കളി നിർത്ത്, ഹോംവർക്ക് ചെയ്യാൻ വന്നേ. അപ്പു കളി നിർത്താൻ. നിന്നോടാ പറഞ്ഞേ കളി നിർത്തിയിട്ട് ഹോംവർക്ക് ചെയ്യാൻ വരാൻ. നിനക്കിപ്പോ ഒരു അനുസരണയില്ലേ? ഇവനെ ഇന്ന് ഞാൻ. അമ്മമ്മയുടെ പണി നോക്കി പോയേ. അപ്പു, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? നിന്നെ ഇന്ന് ഞാൻ. അമ്മ കൂടുതൽ ദേഷ്യപ്പെടുന്നത് വേണ്ട. അമ്മ എന്നെങ്കിലും ഡിസ്റ്റർബ് ചെയ്യാണ്ടേ അവിടെ അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ നോക്കും. അപ്പു, ഇന്ന് നീ എന്നോട് ഒരു റെസ്പെക്റ്റും ഇല്ലാതെ സംസാരിച്ചേ. സേ സോറി. ഇല്ല, ഞാൻ സോറി പറയില്ല. അപ്പു, നിന്നോട് സോറി പറയാനാ പറഞ്ഞേ. സോറി പറയില്ലെന്നല്ലേ പറഞ്ഞേ? അപ്പു, അമ്മ കിടന്നലറണ്ട, ഞാൻ സോറി പറയില്ല. അപ്പു, മൂത്തവരെ റെസ്പെക്ട് ചെയ്യാൻ നിനക്കറിയില്ലേ? അയ്യോ, അമ്മ എന്താ പറഞ്ഞേ? ഞാൻ കേട്ടില്ല, ഒന്നും കൂടി പറയോ? നീ എന്നെ കളിയാക്കാണോ? അല്ലമ്മ പ്ലീസ്, ഞാൻ കേട്ടില്ല, പറഞ്ഞ ഒന്നും കൂടി പറ. മൂത്തവരെ റെസ്പെക്ട് ചെയ്ത് സംസാരിക്കാൻ നിനക്ക് അറിയില്ലെന്ന്. അത് അമ്മയ്ക്ക് അപ്പ അറിയാ, എന്നിട്ടാ മുത്തശ്ശിനെ റെസ്പെക്ട് ചെയ്യാത്ത. അമ്മ ഇത്രയും മുത്തശ്ശനോട് ദേഷ്യപ്പെട്ടിട്ടും അമ്മ ഇതുവരെങ്കിലും മുത്തശ്ശനോട് സോറി പറഞ്ഞിട്ടുണ്ടോ? വാതർന്ന് പറ അമ്മ, സോറി പറഞ്ഞിട്ടുണ്ടോന്ന്. ഇല്ല. എന്നെക്കാൾ എത്ര വയസ്സിന് മുതിർന്ന അമ്മ മുത്തശ്ശൻ, എന്നിട്ട് മുത്തശ്ശനമ്മ റെസ്പെക്ട് ചെയ്യാറുണ്ടോ? അമ്മയെ കണ്ടല്ലമ്മ ഞാൻ പഠിക്കുന്നേ. ഇപ്പൊ അമ്മ മുതിർന്നവരെ റെസ്പെക്ട് ചെയ്യാതെ എന്നോട് റെസ്പെക്ട് ചെയ്യാൻ പറ. അമ്മക്ക് എന്താ അവകാശം? അമ്മ പറ, അമ്മക്ക് എന്താ അവകാശം? ഐ ആം സോറി അപ്പു. മുത്തശ്ശനോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നെങ്കിലും സ്നേഹമില്ലഞ്ഞിട്ടല്ല.
പക്ഷെ നീ പറഞ്ഞത് ശരിയാ, റെസ്പെക്ട് ചെയ്യണം. എന്നോട് ക്ഷമിക്കപ്പോ. ഐ എം സോറി. സോറി എന്നോടല്ല അമ്മ പറയേണ്ടത്, മുത്തശ്ശനോടാ. അച്ഛാ എന്തെങ്കിലും പറ്റി അച്ഛാ? എന്ത് പറ്റി മുത്തശ്ശ? എന്താ ചെയ്ത്? ഇതൊന്നും ഇല്ല മക്കളെ, ഇത് ഇത് കുറച്ച് മുട്ടായി. മുട്ടായിയോ? അത് മക്കളെ, അച്ഛനൊരു മുട്ടായി തിന്നാൻ തോന്നി. മോളോട് ചോദിച്ച തരാത്ത കൊണ്ട് അച്ഛൻ തന്നെ എടുത്ത് കഴിച്ചതാ. ഇനി മോള് വെച്ചോ, അച്ഛന് വേണ്ട, മോള് വെച്ചോ. അച്ഛാ, എന്നാ മക്കളെ? അച്ഛന് ഷുഗർ കൂടുമെന്ന് പേടിച്ചിട്ടല്ലേ അച്ഛാ അച്ഛൻ ഞാൻ ഈ സ്വീറ്റ്സും തരാത്തെ? ഷുഗറും മക്കളെ ഇത്തിരി കൂടുതലാ, എന്നാലും ഈ മധുരമൊക്കെ തിന്നാൻ ഒരു കൊതി. ഓ, അത് സാരമില്ല, അച്ഛൻ നിയന്ത്രിച്ചോളാം കേട്ടോടാ. അച്ഛാ, എന്നാ മക്കളെ? എനിക്കാന്നോ? ഇത് ലാസ്റ്റ് തവണത്തേക്ക്. ഇനി ഞാൻ കാണാതെ ഈ സ്വീറ്റ്സ് ഒന്നും എടുത്ത് കഴിക്കല്ലേ. അയ്യോ ഇല്ല മക്കളെ, ഇനി ഇനി മോള് പറയാതെ അച്ഛനൊന്നും കഴിക്കത്തില്ല. ഇത് മോള് പാത്ത് വെച്ചോ. എന്നാ അച്ഛാ. അച്ഛാ, സോറി അച്ഛാ. സോറിയോ? എന്നാത്തിന്? എൻ്റെ മക്കള് സോറി ഒന്നും പറയണ്ട കേട്ടോ, സോറി ഒന്നും പറയണ്ട മോളെ. ഇന്ന് അച്ഛനോട് സ്നേഹത്തോടെ സംസാരിച്ചില്ലേ, അച്ഛനിപ്പോ ഭയങ്കര സന്തോഷമായി. മുത്തശ്ശനമ്മ റെസ്പെക്ട് ചെയ്ത് സംസാരിച്ചപ്പോ മുത്തശ്ശന്റെ സന്തോഷം നോക്കി. ഈ മുത്തശ്ശന് സങ്കടം വന്നാലും കാര്യം, സന്തോഷം വന്നാലും കാര്യം. എന്നാലേ അയ്യേ, അമ്മയും കാര്യമാണോ? എന്തിനാ നമുക്ക് അറിയുന്നേ? ഒന്നുമില്ല അപ്പു. അപ്പു, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്താ അമ്മ? സ്നേഹമുള്ളിടത്തെ ബഹുമാനമുള്ളൂ. സ്നേഹം അങ്ങനെയാണ്. മനുഷ്യര് കിട്ടിയാലും കരയും, കിട്ടിയില്ലെങ്കിലും കരയും. സ്നേഹം ഒരു നോള്ള വികാരമാണ്. അത് മനസ്സിലാക്കി തന്നത് നീയാണപ്പു. താങ്ക് യു.